ഇതാണ് സിംഗുകണ്ടത്ത് നിന്ന് സൂര്യനെല്ലിയിലേക്ക് പോകുന്ന വഴി. ഇവിടെ എത്തിയാൽ മാത്രമേ ഈ സിംഗുകണ്ടത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ ബസ് കിട്ടുകയുള്ളൂ. എല്ലാ ദിവസവും ഇവർ വീട്ടിൽ നിന്ന് കാൽനടയായി ഇവിടെ എത്തണം. ഇങ്ങനെ കഴിഞ്ഞ ദിവസം കുട്ടിയെ ആക്കാൻ വന്ന അമ്മയെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ഇപ്പോൾ ഇതുവഴി വരുന്ന കുട്ടികളെല്ലാം വലിയ ഭീതിയിലാണ് വരുന്നത്. ഏതാണ്ട് 18ഓളം കുട്ടികൾ എല്ലാ ദിവസവും ഇതുവഴി ഇവിടെ എത്തിയാണ് സ്കൂൾ ബസ് കയറി പോകുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരുമ്പോൾ ഈ ആന ഒരുപാട് വരാറുണ്ടോ? കുറച്ച് 2-3 ദിവസം ഉണ്ട്. എത്ര ആന ഉണ്ടാവും ഇവിടെ? 2-3 ആന എപ്പോഴും ഉണ്ടാവും? കുറച്ച് നേരം വരും. തനിച്ച് വരുന്നത്? പേടിയുണ്ടോ വരുമ്പോ? ഉണ്ട്. സൂര്യനെല്ലിക്കാർ ഈ വഴിയെ വിളിക്കുന്നത് കാളവണ്ടി റോഡെന്നാണ്. യഥാർത്ഥത്തിൽ അതുപോലെ തന്നെയാണ് അവസ്ഥ. കുറച്ചു ദൂരം മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. നല്ലൊരു വഴിയുണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആ വഴിയിലൂടെ വാഹനത്തിൽ വരാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ 2 കിലോമീറ്ററോളം ദൂരത്തിൽ രക്ഷിതാക്കളാണ് കുഞ്ഞു കുട്ടികളുമായി എത്തുന്നത്. ആ വഴി മുഴുവൻ ആനക്കൂട്ടവും. തിരിച്ചും ഇതുപോലെ തന്നെ പിള്ളേരെ കൂട്ടിക്കൊണ്ടുവരാൻ വരണ്ടേ എല്ലാ ദിവസവും? எல்லா நாளும் கூட்டிட்டு போகணும், கூட்டிட்டு வரணும். வண்டி வசதியெல்லாம் இல்லை. ரோடு போட்டு கொடுத்தாங்கன்னா பிரச்சனை கிடையாது. கீழே வரைக்கும் வண்டி வரும். ஸ்கூல் பஸ் கூட சொல்லி கீழே வரைக்கும் கொண்டு வர சொல்லலாம். ஆனால் வண்டி இல்லை. ഏത് നിമിഷവും ഈ കാടിനുള്ളിൽ നിന്ന് കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി വരാം. ചെറിയ വഴിയാണ്. ഈ വഴിയിലൂടെയാണ് ദിവസവും കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുന്നത്. എപ്പോഴും ഈ ചെറിയ വഴിയിൽ ആന വരുമോ? നിങ്ങൾ ഇപ്പൊ എങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുന്നത്? നിങ്ങള് നടത്തി വിധം ഭയന്ന് കൂട്ടു വന്നിട്ടിരിക്കും. കൊഞ്ചം ഭയമാതാ ഇருக்கு കൂട്ടു പോறதுக்கு. തന്റെ 2 മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകണം. ഈ കഷ്ടപ്പാടിൽ നിന്നെല്ലാം അവരെ കരകയറ്റണം. അതുതന്നെയായിരിക്കും മാരിയമ്മാളുടെ മനസ്സിൽ ഉണ്ടാകുക. തന്റെ ചെറിയ കുട്ടിയെ മഴയിൽ നിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കുടയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കാട്ടാനക്കൂട്ടം അവരെ ആക്രമിക്കുന്നത്. ഒരിക്കലും ഇനി ആർക്കും ഇതുപോലെ ഒന്നും സംഭവിക്കരുത്. തീർച്ചയായും ഇവരുടെ കഷ്ടപ്പാടുകൾ കാണണം. ഇവിടെ നല്ലൊരു യാത്രാ സൗകര്യം ഒരുക്കണം. നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.